കേരളത്തിൽ ഞായറാഴ്ചയോടെ അറിയാൻ കഴിയും ആരാണ് മുഖ്യമന്ത്രിയെന്ന്. കൂടാതെ പശ്ചിമ ബംഗാളിൽ നാളെ സത്യപ്രതിജ്ഞ നടക്കും. എന്നാൽ തമിഴ്നാട് മാത്രമാണ് ഒരു തീരുമാനവുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. നിലവിൽ DMK അല്ലെങ്കിൽ AIDMK ചേരുമോ? അവർ രണ്ടുപേരും കൂടെ ചേരുമോ? അല്ലെങ്കിൽ ഒരു രാഷ്ട്രപതി ഭരണം വരുമോ? അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയായ TVK ഭൂരിപക്ഷം തെളിയിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം നിൽക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ അധ്യായങ്ങൾക്കൊടുവിൽ ചെന്നൈ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയിട്ടും അധികാരം പിടിക്കാൻ DMKയും AIADMKയും നടത്തുന്ന നീക്കങ്ങൾ വിജയുടെ തമിഴക വെട്രിക്കഴകത്തെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. TVKയെ അവഗണിച്ച് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചാൽ തങ്ങളുടെ 107 MLAമാരും കൂട്ടത്തോടെ രാജിവെക്കുമെന്ന കർശന മുന്നറിയിപ്പാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 190 പ്രകാരമാണ് ഒരു MLA സ്പീക്കർക്ക് രാജി സമർപ്പിക്കേണ്ടത്. എന്നാൽ 107 പേർ ഒരേ സമയം രാജി നൽകിയാൽ സ്പീക്കർക്ക് അത് ഉടൻ സ്വീകരിക്കാൻ കഴിയില്ല. ഓരോ അംഗത്തെയും നേരിട്ട് വിളിച്ചു വരുത്തി രാജി സ്വമേധയാ ഉള്ളതാണോ എന്നും ആരുടെയും പ്രേരണയോ ഭീഷണിയോ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സ്പീക്കർ ഉറപ്പുവരുത്തും. ഈ പ്രക്രിയ നീണ്ടുപോകുന്നത് രാഷ്ട്രീയമായി ഒരു അനിശ്ചിതത്വത്തിന് ഒരു കാരണമാകും. രാജികൾ സ്പീക്കർ അംഗീകരിക്കുന്നതോടെ തമിഴ്നാട് നിയമസഭയിലെ പകുതിയോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയുണ്ടാകും. 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു സീറ്റ് ഒഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. തമിഴ്നാട്ടിൽ പുതിയ സഭ നിലവിൽ വന്നതേ ഉള്ളൂ എന്നതിനാൽ ഈ 107 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ഭരണഘടനാപരമായ ബാധ്യതയായി മാറും. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹിമാലയൻ ദൗത്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 234 അംഗ സഭയിലെ 107 സീറ്റുകളിലേക്ക് ഒരേ സമയം വോട്ടെടുപ്പ് നടത്തുന്നത് ഒരു ചെറിയ പൊതു തിരഞ്ഞെടുപ്പിന് തുല്യമാണ്. ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സേനയെയും വിന്യസിക്കുന്നത് വലിയ സാമ്പത്തിക ഭരണപരമായ വെല്ലുവിളികൾ ഉയർത്തും. ഫലത്തിൽ സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത്രയധികം MLAമാർ രാജിവെക്കുന്നതോടെ സഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരും ഇല്ലാത്ത സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാം. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ സംസ്ഥാനത്തിന്റെ ഭരണം നേരിട്ട് കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് എത്തും. രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നാൽ നിയമസഭ താത്കാലികമായി നിർത്തിവെക്കപ്പെടും. ഗവർണറുടെ ഭരണത്തിന് കീഴിലായിരിക്കും പിന്നീട് സംസ്ഥാനത്തെ ദൈനംദിന കാര്യങ്ങൾ നടക്കുക. പാർലമെന്റിന്റെ ഇരുസഭകളും 2 മാസത്തിനുള്ളിൽ ഇതിന് അംഗീകാരം നൽകണം. തമിഴ്നാട് പോലെ പ്രാദേശിക രാഷ്ട്രീയത്തിന് പ്രാധാന്യമുള്ള ഒരിടത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. DMKയും AIADMKയും ചേർന്ന് 106 സീറ്റുകളാണ് നേടിയിട്ടുള്ളത്. ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി ഒരു ബദൽ സർക്കാർ രൂപീകരിക്കാൻ നീക്കം നടത്തുകയാണ്. 107 MLAമാരുടെ രാജിഭീഷണി കേവലം ഒരു സമ്മർദ്ദ തന്ത്രമല്ല, മറിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ പോകുന്ന ഒരു നീക്കമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഗവർണറുടെ തീരുമാനങ്ങളും സ്പീക്കറുടെ നിലപാടുകളും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കും. ഒരു രണ്ടാമത്തെ ജനവിധിയിലേക്ക് സംസ്ഥാനം നീങ്ങുമോ എന്നാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.